ഹലോ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ രാത്രിയിൽ വീട്ടിലേക്ക് എത്തുന്നതാണ്. ബാലചന്ദ്രൻ ഇത്രയും നേരം ഹോസ്പിറ്റലിലായിരുന്നു, ഈ പാതിര വരെ എന്ന് പറയുമ്പോൾ ചോദിക്കട്ടോ വൈജയന്തി, പാതിരയൊന്നും ആയില്ലല്ലോ, സമയം 10:30 ആയുള്ളൂ എന്ന് പറയുമ്പോൾ എന്നാലും ഇത്രയും നേരം ഹോസ്പിറ്റലിലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അതേ ഹോസ്പിറ്റലിലായിരുന്നു. ബാലചന്ദ്രൻ എന്തിനാണ് ഇത്രയും നേരം അവിടെ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളുടെ അടുത്ത് പോയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുകയാണ് വൈജയന്തി കേട്ടോ. എനിക്ക് ഇത്തിരി മനസ്സമാധാനം താ, നീ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യില്ല, നിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും എനിക്ക് ഇറിറ്റേഷനാണ്, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ വൈജയ് പറയുന്നുണ്ട് അത് വല്ല അസുഖമായിരിക്കും, എന്നാൽ ഡോക്ടറെ കാണിക്കണം എന്ന് പറയാട്ടോ. ഞാൻ ഡോക്ടറെ കാണിച്ചു, എനിക്ക് ഇറിറ്റേഷനാണ്, വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇറിറ്റേഷനാണെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിന്നെ കൂടി കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. അതെന്തിനാണ് എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നത്? എന്നോട് ഡോക്ടർ ചോദിച്ചു എങ്ങനെയാണ് ഇറിറ്റേഷൻ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു ഭാര്യയുടെ സംസാരത്തിൽ നിന്നാണ് ഇറിറ്റേഷൻ ഉണ്ടാകുന്നത്, അപ്പോൾ നിന്നെ കൂടി കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അവളുടെ അടുത്തിരിക്കുമ്പോൾ ബാലചന്ദ്രന് ഇറിറ്റേഷൻ ഒന്നുമില്ല, അലീനയുടെ അടുത്തിരിക്കുമ്പോൾ ഇറിറ്റേഷൻ ഒന്നുമില്ല എന്ന് ചോദിക്കുകയാണ്. ഞാനേ എൻ്റെ മോളുടെ അടുത്താണ് ഇരുന്നത് എന്ന് പറയണേ. ഇവിടെ ഉണ്ടല്ലോ ഒരു മോള്, ആ മോളുടെ അടുത്ത് ഒന്ന് കുറച്ച് നേരം ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാലേ നീ പോയി അവളെ വിളിച്ചുകൊണ്ട് പോകാം, നമുക്ക് അവളുടെ ഇടത്തും വലത്തും ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ സമയം പോയി, അവൾ ഉറങ്ങി എന്ന് പറയാണ്. എന്നാൽ പിന്നെ നാളെ ആവട്ടെ എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. എന്നാൽ ഞാൻ ബാലചന്ദ്രന് ടെൻഷൻ ഉണ്ടാക്കാത്തൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ വൈജയന്തി, ഹോസ്പിറ്റലിൽ എല്ലാം കൂടി ഇപ്പോൾ എത്ര ക്യാഷായി എന്ന് ചോദിക്കുകയാണ്. 1,00,000 രൂപയ്ക്ക് മേലെയായി എന്ന് പറയട്ടോ. ഒരു വീട്ടുവേലക്കാരിക്ക് 1,00,000 രൂപയോ, ഇത് എന്നാ കാണിച്ചിട്ടാ എന്ന് ചോദിക്കണം വൈജ. ഒരു മേജർ ഓപ്പറേഷൻ നടത്തി, പിന്നെ അവിടുത്തെ ചിലവുകൾ, പിന്നെ ഒരു ജീവൻ രക്ഷിച്ചു എന്നൊക്കെ പറയണം. ഇത്രയൊക്കെ ചിലവാക്കേണ്ടിയിരുന്ന ഒരു വീട്ടുവേലക്കാരിക്ക് എന്ന് ചോദിക്കുമ്പോൾ തീർന്നില്ല, ഒരു 25,000 കൂടെ ഒന്ന് പ്രതീക്ഷിക്കാം, വേറെയും കുറച്ച് ചിലവുകൾ വരുന്നുണ്ട് എന്ന് പറയണം, ബില്ല് വരാനുണ്ട് എന്ന് പറയണം. ഒരു വീട്ടുവേലക്കാരിക്ക് 1,15,00,000 രൂപയോ, അവൾ എത്ര നാൾ ജോലി ചെയ്താലാണ് ഈ കടം ഒന്ന് തീർക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് തൊഴിൽ സ്ഥലത്ത് വെച്ചിട്ട് ഒരു തൊഴിലാളിക്ക് അപകടം കഴിഞ്ഞാൽ തൊഴിലുടമയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വഹിക്കേണ്ടത് എന്ന് പറയാണ് ബാലചന്ദ്രൻ. ഇതിപ്പോൾ അവളെ പറഞ്ഞു വിട്ടാലും ഇവിടെ നിർത്തിക്കഴിഞ്ഞാലും അവൾ എന്ന് തീരാനാണ് ഈ കടം, ഇത് നഷ്ടം തന്നെയാണല്ലോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ അവളെ തലയിൽ നിന്ന് ഇറക്കി വെക്ക്, അവൾ ഇതിലൂടെ എങ്ങാനും നടന്നോളും എന്ന് പറയുമ്പോൾ ഞാനാണ് അവളെ തലയിൽ കയറ്റി വെച്ചേക്കുന്നത്, നീ തന്നെയാണ്, അവൾ ഇവിടെ വന്ന അന്ന് മുതൽ നീ തന്നെയാണ് അവളെ തലയിൽ കയറ്റി വെച്ചേക്കുന്നത്, നീ നിൻ്റെ തലയൊന്ന് ഫ്രീ ആക്കി അവളെ ഒന്ന് ഇറക്കി വിട് എന്ന് പറയാണ് ബാലചന്ദ്രൻ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ കൃഷ്ണമോള് റെഡിയായിട്ട് സ്കൂളിൽ പോകാനൊക്കെ റെഡിയായിട്ട് അലീനയോട് പറയുന്നുണ്ട് ചേച്ചി എൻ്റെ ഈ ഡ്രസ്സൊക്കെ ചേച്ചിയുടെ ബാഗിൽ വെക്കുന്നുണ്ട്, നിനക്ക് വീട്ടിൽ പോകണ്ട, ഇല്ല ഞാൻ വൈകിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരും എന്ന് പറയാണ്. ഇവിടെ അടുത്താണ് സ്കൂൾ, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് നിനക്ക് ബുദ്ധിമുട്ടായി അല്ലേന്ന് ചോദിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധി വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ മൂക്ക് പിടിച്ച് തമാശ രൂപത്തിൽ ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ അലീന ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും കഴിക്കേണ്ട, നീ എങ്ങനെ കഴിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുകിൽ അച്ഛൻ വരും അല്ലെങ്കിൽ മനുവേട്ടൻ വരും, അപ്പോൾ ഞാൻ അവരുടെ കൂടെ പോയി ക്യാൻറ്റീനിൽ പോയി കഴിച്ചോളാം എന്ന് പറയണം. ആ സമയത്ത് തന്നെ മനു വരികയാണ്. മനു വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി ഇവള് വല്ലാണ്ട് ഉപദ്രവിച്ചോ, അതായത് വല്ലാണ്ട് ഉറക്കം കളഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു വരുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് മിസ്റ്റർ മനുശങ്കർ IPS എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഈ IPS നോക്കുമ്പോൾ ഇൻഫോ പാർക്ക് സർവീസ് ആണെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. അപ്പോഴാണ് മനു ചോദിക്കുന്നത് ഇവള് വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവളെൻ്റെ അനിയത്തിക്കുട്ടിയല്ലേ, ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടാണ് എന്ന് പറയാണ് അലീന. ഞാൻ ഇവളുടെ ചേച്ചിയല്ലേ മനുവേട്ടാ അങ്ങനെ പറയണേ. അപ്പോൾ മനു പറയുന്നുണ്ട് നന്നായി, ഒരാളെങ്കിലും ഉണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാൻ, അതായത് കൃഷ്ണമോളെങ്കിലും ഉണ്ടല്ലോ അലീനയെ സപ്പോർട്ട് ചെയ്യാൻ എന്നാണ് മനു ഉദ്ദേശിച്ചത്. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട് മനുവേട്ടൻ ഇന്നലെ നന്നായി ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു വിധം എന്ന് പറയണേ. എന്നാൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട്. ഇത് പറയാനാണോ ഇത്രയും ചോദിച്ചത് എന്ന് ചോദിക്കുകയാണ് മനുവേട്ട എന്നാൽ ഞാൻ സ്കൂളിൽ പൊക്കോട്ടെ, എനിക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് ആദ്യമേ പറയേണ്ടത് എന്നാൽ വാ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളെയും കൂട്ടിയിട്ട് മനു പോവുകയാണ്. ആ സമയത്ത് ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് അലീനയെ നോക്കാനായിട്ട്. ഡോക്ടർ വന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് മുറിവിന് വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ചെറുതായിട്ട് വേദനയുണ്ട് എന്ന് പറയാട്ടോ. പിന്നെ ചെരിയുമ്പോഴും എഴുന്നേൽക്കുമ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ടോ വലിച്ചിലോ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുറിവിന് വേദനയുണ്ട് എന്ന് പറയാണ്. അലീന എഴുന്നേൽക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ഒരു വശത്തേക്ക് ചെരിഞ്ഞിട്ട് വേണം എഴുന്നേൽക്കാനൊക്കെ നോക്കാൻ, എന്തായാലും നമുക്കൊന്ന് എഴുന്നേറ്റ് നോക്കാം. ആദ്യം ഡോക്ടർ മുറിവൊക്കെ ഒന്ന് പരിശോധിക്കുന്നുണ്ട്, ഡോക്ടർ പറയുന്നുണ്ടൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയണം. അങ്ങനെ എഴുന്നേറ്റ് നോക്കാൻ പറയണം. അപ്പോൾ അലീന പെട്ടെന്ന് എഴുന്നേക്കാൻ നോക്കുമ്പോൾ അങ്ങനെയല്ല, ഒരു വശത്തേക്ക് ചെരിഞ്ഞിട്ട് എഴുന്നേക്കും, വയറ്റിന് പുറത്തും അകത്തും ഒക്കെ സ്റ്റിച്ച് ഉള്ളതാണ്, അതുകൊണ്ട് മുറിവ് സ്റ്റിച്ച് പൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയണം. അങ്ങനെ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് അലീനെ കൊണ്ട് എഴുന്നേൽപ്പിച്ച് നടത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണം. എന്നാൽ പിന്നെ കുഴപ്പമില്ല, 2 ദിവസത്തിനകം വീട്ടിൽ പോകാം, ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ മാറി സാധാരണ ഡ്രസ്സും ഇടാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീനയോട് പറയുന്നുണ്ട് ഇനി മതി നടന്നത്, വന്ന് കിടന്നോളൂ, റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയണം. ഒരുവിധം പ്രയാസപ്പെട്ടെന്നെ അലീന വന്ന് കിടക്കുകയാണ്. പിന്നെ BP-യും പൾസും ഒക്കെ നോക്കുന്നുണ്ട്, സിസ്റ്ററോട് നോക്കാൻ പറയുന്നുണ്ട് ഡോക്ടർ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നോർമലാണ് എന്ന് പറയണം. കുഴപ്പമില്ല, താൻ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോവുകയാണ്.
പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയാണ്. മുത്തശ്ശിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഹലോ മുത്തശ്ശി എന്ന് അലീനെ വിളിക്കുകയാണ്. മോളെ നീയായിരുന്നോ, നീ എവിടുന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ദേ മനുവേട്ടൻ്റെ ഫോൺ കടം മേടിച്ച് വിളിക്കുകയാണ്. എൻ്റെ കൊച്ചെ നിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ആശ്വാസമായെന്നറിയാമോ, നിൻ്റെ വിവരങ്ങൾ അറിയാഞ്ഞിട്ട് എന്തോരം വിഷമിച്ചു ഞാൻ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി സങ്കടപ്പെടുകയാണ്. മുത്തശ്ശി സങ്കടപ്പെടുകയൊന്നും വേണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല, ദേ മനുവേട്ടൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയണം. മനു ഉണ്ടോ നിൻ്റെ കൂടെ എന്ന് ചോദിക്കുമ്പോൾ അതേ ഉണ്ട് മുത്തശ്ശി എന്ന് പറയണം. ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. എന്നാലും മോളെ നിനക്ക് എന്താണ് സംഭവിച്ചത്? അപ്പോൾ മുത്തശ്ശിയോട് ഒന്നും ആരും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആരാണ്ടൊക്കെ പറയുന്നത് കേട്ടു, കസേരയിൽ നിന്ന് വീണെന്നോ കത്രിക കുത്തി കയറിയെന്നോ അങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് അതൊന്നും വിശ്വാസം വന്നിട്ടില്ല. നിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെയൊന്നും അബദ്ധം സംഭവിക്കത്തില്ല. എന്താണ് മോളെ ശരിക്കും ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മുത്തശ്ശി ശരിക്കും ഞാൻ വീണത് തന്നെയാണ്. നീ വീണതായിരിക്കും, പക്ഷേ അത് ആ റീസൺ ആയിരിക്കത്തില്ല. എന്താണെങ്കിലും നീ ഇപ്പോൾ ഒന്നും പറയണ്ട, നീ ഇവിടെ വരുമ്പോൾ വിശദമായിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയണം. ഞാൻ ദേ നാളെ വരും മുത്തശ്ശി, ഡോക്ടർ പറഞ്ഞു നാളെ പൊയ്ക്കോളാൻ ഡോക്ടർ പറഞ്ഞു എന്ന് പറയണം. നാളെ വരുമോ? പിന്നെ ഞാൻ വന്നിട്ട് മുത്തശ്ശിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം കേട്ടോ എന്ന് പറയുമ്പോൾ ദേ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയില്ലെങ്കിലും ഇല്ല, നീ ഒന്ന് വന്ന് കണ്ടാൽ മതി എനിക്ക് എന്ന് പറയണം. ദേ മനുവേട്ടന് ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ മനുവേട്ടന് കൊടുക്കാമെന്ന് പറഞ്ഞ് അലീന ഫോൺ മനുവിന് കൊടുക്കുകയാണ്. ഫോൺ വാങ്ങിയിട്ട് മനു ചോദിക്കുന്നുണ്ട്, സൗദാമിനി അമ്മേ ഞാനൊരു പെൺകൊച്ചിനെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നായിരുന്നോ, അവൾക്കൊരു ബുദ്ധിമുട്ടും അപകടമൊന്നും സംഭവിക്കരുതെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നോ, എന്നിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ശരിയാ മോനെ, നീ അങ്ങനെ പറഞ്ഞിരുന്നു, ഏൽപ്പിച്ചിരുന്നു, എന്നിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത്? അവളാണിപ്പോൾ ഒരു കുത്തും കൊണ്ട് ഇവിടെ കിടക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി മോനെ എന്ന് പറയണം. ഇനി അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയണേ, ഞാൻ എന്ത് ചെയ്യാനോ മോനെ എന്നൊക്കെ ചോദിക്കേണ്ട മുത്തശ്ശി. അതെ ശരി, എന്താ മുത്തശ്ശി വിഷമിക്കേണ്ട, നാളെ മറ്റന്നാളോ അവൾ അങ്ങോട്ടേക്ക് വരും, എന്താണെങ്കിലും വൈജയന്തിയോട് പറയണം വാളും പരിചയം ഒക്കെ എടുത്ത് നിൽക്കാൻ എന്ന് പറയുമ്പോൾ ഇനി അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരിക്കും മോനെ എന്ന് പറയണം. എന്നാൽ ശരി മുത്തശ്ശി വെച്ചോ എന്ന് പറഞ്ഞിട്ട് മനു ഫോൺ കട്ടാക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് സമാധാനമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് മനു അലീനയോട് ചോദിക്കുന്നുണ്ട്, ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇനി ആരെ വിളിക്കാനാ, ഇനി ആരെയും വിളിക്കാനില്ലല്ലോ, ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ വിളിച്ചോ എന്ന് പറയണം. ഇല്ല മനുവേട്ട, അല്ല രേവതിക്കുട്ടിയോട് പറഞ്ഞായിരുന്നോ നീ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മനുവേട്ട ഞാൻ പറഞ്ഞില്ല, അവൾ ആകെ പേടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ പറയാലോ, നീ വേണേ വിളിച്ചോ എന്ന് പറയണം. പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട, ജസ്റ്റ് ഇൻഫോം ചെയ്താൽ മതി എന്ന് മാത്രം പറയണം. അങ്ങനെ ഫോൺ എടുത്തിട്ട് നമ്പർ ഉണ്ടോ നിൻ്റെ കയ്യിൽ? എൻ്റെ കയ്യിൽ ഇതിൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാട്ടോ. അല്ല എൻ്റെ നമ്പേഴ്സൊക്കെ എൻ്റെ മെമ്മറിയിലുണ്ട് എന്ന് പറയണം. എന്നാൽ ഡയൽ പാഡ് എടുത്തിട്ട് കൊടുക്കുകയാണെന്ന് കോൾ ചെയ്തോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീനെ കോൾ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ അലീനയ്ക്ക് ചായ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മനു പോകാൻ നിൽക്കുമ്പോൾ എനിക്ക് വേണ്ട മനുവേട്ട എന്ന് പറയുമ്പോൾ എനിക്ക് വേണം എന്ന് പറഞ്ഞ് മനു ആ ഫ്ലാസ്ക് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവാണ്. അങ്ങനെ അലീനയുടെ ഫോൺ എടുക്കുന്ന രവതിക്കുട്ടി ഹായ് അലീന ചേച്ചി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഫോൺ ചെയ്യാട്ടോ. വേണ്ട എന്നെ വിളിക്കണ്ട, ഞാൻ പിണക്ക ചേച്ചിയോട്, ഞാൻ ചേച്ചിയെ എത്ര വിളിച്ചു, അന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി ചേച്ചി വിളിച്ചിട്ട്, ഞാൻ എന്തോരം ചേച്ചിയെ വിളിച്ചു, ചേച്ചിയുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണല്ലോ, ചേച്ചി ആ ഫോണൊന്ന് എടുത്ത് നോക്ക് എന്ന് പറയുമ്പോൾ ഫോൺ എൻ്റെ കയ്യിലില്ല മോളെ എന്ന് പറയണം. വേണ്ട എന്നോട് മിണ്ടണ്ട, മോളെ സന്തോഷിപ്പിക്കാൻ ഞാനിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട എന്നോട് പറയണ്ട എന്നൊക്കെ പറയണം. അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ഫോണിൽ ഞാൻ കുറേ വിളിച്ചു കിട്ടിയില്ല എന്നൊക്കെ പറയണേ. അപ്പോൾ അലീന പറയുന്നുണ്ട് അന്ന് മോള് വിളിച്ചില്ലേ, അതിനുശേഷം ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിലാണ്, പാലായിലെ ഒരു ഹോസ്പിറ്റലിലാണെന്ന് പറയട്ടോ അലീന, എൻ്റെ കയ്യിൽ ഫോണില്ല എന്ന് പറയണം. അപ്പോൾ അതെന്ത് പറ്റി ചേച്ചി എന്ന് ചോദിക്കുമ്പോഴാണ് ഒരു സംഭവം പറയുന്നത്. അന്ന് മോള് വിളിച്ചില്ലേ, ആ സമയത്ത് രേവതിക്കുട്ടി വിളിച്ച സമയത്ത് ഞാൻ ലൈം ജ്യൂസും കൊണ്ട് രോഹിത്തിന് കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞില്ലേ, അപ്പോഴൊരു സംഭവം ഉണ്ടായി എന്ന് പറയണേ. എനിക്ക് തോന്നിയായിരുന്നു എന്തോ കുഴപ്പമുണ്ടായിരുന്നെന്നുള്ളത്, അതാ ഞാൻ കൂടെ വിളിച്ചുകൊണ്ടിരുന്നത്. ചേച്ചിയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനിവിടെ പറഞ്ഞപ്പോൾ മാമച്ചനങ്ങൾ എന്നെ കളിയാക്കി, ഫോൺ എടുത്തില്ല എന്ന് ഓർത്തിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നാണ് അർത്ഥം എന്നൊക്കെ ചോദിച്ച് എനിക്ക് ആകെ പേടിയായിരുന്നു. ഞാൻ പേടിച്ച് പോയി, ചേച്ചി എന്താ ഉണ്ടായത് ചേച്ചി പറ എന്ന് പറയുമ്പോൾ അലീന ഡോറിൻ്റെ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഉണ്ടായ സംഭവങ്ങൾ. പിന്നെ അലീന ഡോറിൻ്റെ അടുത്തേക്ക് നോക്കുകയാണ് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. എന്നിട്ട് രവതിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട് അവിടെ നിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആരുമില്ല എന്ന് പറയണം. എന്നാൽ ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കണം, ചേച്ചി ഒന്ന് പറ എന്ന് പറയുന്നുണ്ടോ, ഞാൻ പറഞ്ഞു തീരുന്നത് വരെ നീ ഇങ്ങോട്ടേക്ക് ഒന്നും പറയരുത്, കേട്ടോണ്ടിരിക്കണം എന്ന് പറയണം അലീന രവതിക്കുട്ടിയോട്. എന്നിട്ട് അന്നത്തെ സംഭവങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. അന്ന് നീ വിളിച്ചില്ലേ, ആ വിളിച്ച് ഫോൺ വെച്ച സമയത്ത് രോഹിത്തിന് ലൈം ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാൻ പോയില്ലേ ഞാൻ, ആ സമയത്ത് റൂമിൽ ലൈം ജ്യൂസിന് കുഴപ്പമുണ്ടെന്നും പറഞ്ഞ് അവരെന്നെ റൂമിലേക്ക് വിളിച്ച് കയറ്റി. പക്ഷേ അവിടെ രോഹിത്ത് മാത്രമായിരുന്നില്ലേ മോളെ ഉണ്ടായിരുന്നത്, ഹരിശങ്കറും ഉണ്ടായിരുന്നു എന്ന് പറയണം. അതേ സമയം കേട്ടോ ബാലചന്ദ്രൻ അലീനയുടെ അടുത്തേക്ക് വരുന്നത്, അങ്ങനെ ഡോറിൻ്റെ അടുത്തേക്ക് വരുന്നത്. ആ സമയത്ത് ബാലചന്ദ്രൻ കേൾക്കുന്നത് എൻ്റെ സ്വന്തം ചോരയല്ലേ മോളെ, ഞാൻ എങ്ങനെ അവരെ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ അലീന പറയുന്നതാണ്. ഞാൻ എങ്ങാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം പോലീസ് ലോക്കപ്പിലായിരിക്കത്തില്ലേ, പിന്നെ അതെനിക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ, എൻ്റെ സ്വന്തം കൂടപ്പിറപ്പല്ലേ മോളെ, എനിക്ക് അവരെ രക്ഷിച്ചെടുക്കേണ്ട ബാധ്യതയില്ലേ, അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചതാണ്. പോലീസ് എന്നോട് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന്, ഞാൻ ഒന്നും വിട്ടു പറഞ്ഞില്ല. എൻ്റെ സ്വന്തം കൂടപ്പിറപ്പല്ലേ മോളെ, ഞാൻ എങ്ങനെ അവനെ ഒറ്റ കൊടുക്കും എന്നൊക്കെ പറയാണ് അലീന. അപ്പോൾ രവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചി എന്തോരം സഹിച്ചു, ഇനി അവിടെ നിൽക്കണ്ട, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോര് എന്ന് പറയണം രവതിക്കുട്ടി കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് എനിക്കും തോന്നുന്നില്ല ഇനി അവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്താണെങ്കിലും എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ സഹോദരങ്ങൾ എന്നൊക്കെ കരുതിയാണ് ഞാൻ വന്നത്, പക്ഷേ അതൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയണം. ഇതൊക്കെ കേട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ബാലചന്ദ്രൻ. പിന്നെ ബാലചന്ദ്രൻ ആകെ ഷോക്കായി അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിപ്പോവുകയാണേ.
ബാലചന്ദ്രൻ അങ്ങനെ ആകെ ടെൻഷനായി അവിടെ കസേരയിൽ വന്നിരിക്കട്ടോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് മനു ചായയും വാങ്ങിക്കൊണ്ട് പോകുന്നത്. മനു കാണുകയാണ് ബാലചന്ദ്രൻ അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്കിളെ അങ്കിളെ എപ്പോൾ വന്നു? ദേ ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. പിന്നെ എന്താ അങ്കിൾ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന സമയത്തെ എൻ്റെ എന്തോ സാധനം ഞാൻ കാറിൽ വെച്ച് മറന്നു. അത് ഞാൻ അങ്ങനെ ഓർക്കായിരുന്നു. എന്താ അങ്കിളെ ഞാൻ പോയി എടുത്തിട്ട് വരാം. അത് എന്താണെന്ന് ഓർമ്മയിൽ കിട്ടുന്നില്ല. ഇനി സാരമില്ല പോട്ടെ, ഓർക്കുമ്പോൾ പോയി എടുക്കാം എന്ന് പറഞ്ഞ് ഒരു ആബ്സെൻറ്റ് മൈൻഡായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്കിളെ എന്ത് പറ്റി? അങ്കിളിന് ഇങ്ങനെ ഒരു വല്ലാതെയും ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. അങ്കിളെ അലീന എഴുന്നേറ്റ് നടന്നു. ആണോ നടന്നോ? പിന്നെ വേറെ എന്തൊക്കെയുണ്ട് എന്നിങ്ങനെ ചോദിക്കണം. അങ്കിൾ എന്താ ഇങ്ങനെ ഒരു ആബ്സെൻറ്റ് മൈൻഡായിട്ട് ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്തോ ഒരു ടെൻഷൻ ഉള്ളത് പോലെ ഉണ്ടല്ലോ. ടെൻഷനോ? നിനക്കെന്തിനാടാ ടെൻഷൻ? നീ ചെറുപ്പമല്ലേ? ഞാൻ അങ്കിളിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ കാര്യമാണോ? എനിക്ക് ടെൻഷനല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോവാട്ടോ. ബാലചന്ദ്രനും മനുവും കൂടെ അലീനയുടെ റൂമിലേക്ക് വരികയാണ്. ആ സമയത്ത് അലീന എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ വേണ്ട എത്ര വലിയ മഹാൻ വന്നാലും രോഗി ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ സമയത്ത് അലീന മനുവിൻ്റെ ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എല്ലാം കേട്ട ഒരു ഷോക്കിലാണ്. അലീനയോട് മനു ചോദിക്കുന്നുണ്ട്, രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് കിട്ടിയായിരുന്നു? കിട്ടി. അവൾ എന്ത് പറഞ്ഞു? അവൾക്ക് പിണക്കാണ് ഇത്രയും ദിവസം വിളിക്കാഞ്ഞിട്ട് എന്ന് പറയണം. അപ്പോൾ ഇന്ന് എങ്ങാനും വരും എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് വരില്ല, മാമച്ചനെങ്കിൽ കുന്നംകുളത്തേക്ക് പോയേക്കണം, അപ്പോൾ നാളെ മിക്കവാറും വരും എന്ന് പറയുന്നത് രേവതിക്കുട്ടി. ആ സമയത്ത് ബാലചന്ദ്രൻ വന്നിട്ടുണ്ട്. മനു എന്താണ് നിൻ്റെ പ്രോഗ്രാം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോവുകയാണെങ്കിലേ നമ്മുടെ കൃഷ്ണമോള് വൈകിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീ എന്താ ചെയ്യുന്നത്? ഞാനിന്ന് പോവാണ്, ജോലിസ്ഥലത്തേക്ക് പോവാണ്, എറണാകുളത്തേക്ക് പോവാണ്. നീ എപ്പോഴാണ് പോകുന്നത്? ഞാൻ ഇപ്പം തന്നെ പോവുകയാണെങ്കിലേ എന്ന് പറയണം. അപ്പോൾ മനുവിനോട് പറയുന്നുണ്ട്, നീ ചെയ്ത സഹായം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നീ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും മനസ്സമാധാനം കിട്ടിയത്. നീ ഇവളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് കൊണ്ടാണ് എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയത് എന്നൊക്കെ മനുവിനോട് ബാലചന്ദ്രൻ പറയുമ്പോൾ നമ്മൾ തമ്മിൽ എന്തിനാ അങ്കിളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതല്ല മനു, എന്നാലും എനിക്ക് ഇത്രയും ആശ്വാസം കിട്ടിയത്, അത് മാത്രമല്ല അലീനയ്ക്ക് ഇത്രയും കോൺഫിഡൻസ് കിട്ടിയത് നീ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ്. ഒരാൾ കൈ നീട്ടാനുണ്ടാകുമ്പോൾ കിട്ടുന്ന ആശ്വാസം എത്രയാണെന്നറിയാവോ? ഞാൻ അത് അനുഭവിച്ചിട്ടുള്ളതാണ് എന്ന് പറയണം ബാലചന്ദ്രൻ. ആ സമയത്ത് ബാലചന്ദ്രൻ ഇങ്ങനെ മനുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മനു പറയുന്നുണ്ട്, അലീനയോട് പറയണേ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ ബാലചന്ദ്രൻ്റെ മുഖം ഇങ്ങനെ ആകെ ചിന്താമഗ്നനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അലീന പറയുന്നുണ്ട്, അത് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങോട്ടേക്ക് നന്ദി കൃതജ്ഞത ഒന്നും താങ്ക്സ് ഒന്നും പറയാനായിട്ട് നിൽക്കണ്ട, ഞാൻ ഇവിടെ ഹാപ്പി ആയിരുന്നു, മറ്റെവിടെ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഹാപ്പി ആയിരുന്നു ഞാൻ എന്ന് പറയണം. അപ്പോൾ അലീനയ്ക്കും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ ബാലചന്ദ്രനും ഭയങ്കര സന്തോഷമാവും കേട്ടോ. ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്തുകൊണ്ട് പോകാനായിട്ട് നിൽക്കണം. അങ്കിളെ എന്ന് വിളിക്കുമ്പോൾ മോളെ ഞാൻ ഇപ്പോൾ വരാം എന്നുള്ള രീതിയിൽ ഒന്ന് വിളിച്ചിട്ട് ബാലചന്ദ്രനും പുറത്തേക്ക് പോവാണ്. അങ്ങനെ അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. അവർ പോയതിന് ശേഷം അലീന ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.